കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഉപദേശകർ അല്ലെങ്കിൽ പ്രചോദകർ. ഒരു കാലത്ത് നമുക്കൊക്കെ ഉപദേശം നൽകിയിരുന്നത്, നമുക്ക് പ്രചോദനം നൽകിയിരുന്നത് നമ്മുടെ മാതാപിതാക്കളായിരുന്നു, അല്ലെങ്കിൽ അമ്മാവന്മാരായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ തലമുതിർന്ന ആളുകളായിരുന്നു, അല്ലെങ്കിൽ പിന്നെ പറയേണ്ടത് അധ്യാപകർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ, എഴുത്തുകാർ, അങ്ങനെ വ്യത്യസ്ത മേഖലയുള്ള മനുഷ്യരായിരുന്നു നമുക്ക് ഉപദേശം നൽകിയിരുന്നതും പ്രചോദനം നൽകിയിരുന്നതും. അവരുടെ വാക്കുകൾക്ക് നാം കാതോർത്തിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി, കഥ മാറി. ഉപദേശകർ അല്ലെങ്കിൽ പ്രചോദകർ എന്ന് പറയുന്നവർ ലക്ഷങ്ങൾ വില മതിക്കുന്നവരായി. മണിക്കൂറിന് ലക്ഷങ്ങൾ കൊടുത്താലേ ഇന്ന് നമുക്ക് അത്തരം മനുഷ്യരെ കിട്ടുകയുള്ളൂ. അവർ വരുന്നു, അവരുടെ മുന്നിലേക്ക് ഉപദേശം കേൾക്കാൻ, പ്രചോദനം ഉൾക്കൊള്ളാൻ നമ്മൾ പോകുന്നു. പിന്നെ അത് രസകരമായ കഥകളിലേക്ക് മാറുന്നു. ചില പ്രചോദകർ മുന്നിലിരിക്കുന്നവരെ തന്തയ്ക്ക് വിളിക്കുന്ന കാലത്തേക്ക് വരെ നമ്മളെത്തി. തന്തയ്ക്ക് വിളിച്ചാൽ അത് എൻ്റെ റേറ്റിംഗ് കൂടും എന്ന് പ്രചോദകർ പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. എന്താണ് ഈ മാറ്റത്തിന് കാരണം? ഈ മാറ്റം നൽകുന്ന സൂചനകൾ എന്താണ്? ഇതിൻ്റെ ഗുണമെന്താണ്, ദോഷമെന്താണ്, മെറിറ്റ് എന്താണ്, ഡീമെറിറ്റ് എന്താണ്? നമ്മളൊന്ന് ചർച്ച ചെയ്യണം. കാരണം എല്ലാ തരത്തിലും ഉപദേശകരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഭരണകർത്താക്കൾക്ക് പോലും ഡസൻ കണക്കിന് ഉപദേശകരാണ്. ഉപദേശകരില്ലാത്ത കാലഘട്ടത്തിൽ മുതിർന്ന പൗരന്മാരുടെ വാക്കുകൾ മനസ്സിൽ സ്വീകരിച്ച് വിജയക്കൊടി പാറിച്ചവർ ഏറെയാണ്, എം.എ. യൂസഫ് അലി ഉൾപ്പെടെ. എന്നാൽ ഇന്ന് കാലം മാറിയപ്പോൾ കഥകളെല്ലാം മാറി. നമുക്ക് ആ മേഖലയിലേക്കുള്ള ഒരു ചർച്ചയാണ് നേർരേഖ ഈ എപ്പിസോഡിൽ ചെയ്യുന്നത്. ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന 3 പേർ നമ്മോടൊപ്പം ചേരുകയാണ്. അതിലൊരാൾ നമ്മുടെ വ്യവസായ വകുപ്പിലെ ജോയിൻറ്റ് ഡയറക്ടറും കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ ജനറൽ മാനേജറുമായ A.S. ഷിറാസ് അവർകളാണ്. പിന്നെ ഒരാൾ നമ്മോടൊപ്പം ചേരുന്നത് ഒരു ബിസിനസ് കൺസൾട്ടൻ്റാണ്, ദേവകി ആർ മേനോൻ. കൂടെ ഒരു ഇൻ്റർനാഷണൽ ട്രെയിനർ ജോസ് തയ്യൽ. 3 പേരെയും ഒപ്പം പ്രേക്ഷകരെയും ഞാൻ നേർരേഖയിലേക്ക് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ശ്രീ ഷിറാസ് സാറിൽ നിന്നാണ് തുടങ്ങാം. താങ്കൾ ഈ വ്യവസായ വകുപ്പാണല്ലോ താങ്കളുടേത്. നമ്മൾ പലപ്പോഴും കാണുന്നത് വ്യവസായികൾക്ക് പ്രചോദനം നൽകുന്ന ഇൻ്റർനാഷണൽ ട്രെയിനർമാരെയാണ് കാണുന്നത്. അത് മണിക്കൂറിന് ലക്ഷങ്ങളാണ് ആളുകൾ വാങ്ങുന്നത്. ഇത്തരത്തിലുള്ള ഉപദേശകർ, പ്രചോദകർ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് താങ്കളുടെ അനുഭവത്തിൽ നിന്ന് പറയൂ പ്ലീസ്. ആക്ച്വലി മോട്ടിവേഷൻ അഥവാ പ്രചോദനം എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. ആക്ച്വലി ഒരു വ്യക്തി മോട്ടിവേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റഡ് ഉണ്ടാവുക. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മോട്ടിവേറ്ററിലൂടെയാണ് നമ്മൾ ഈ ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു ലീഡർ വാർത്ത വരുന്നത്. ഒരു മോട്ടിവേറ്റർ എന്ന് പറയുന്നത് പ്രായോഗികമായി പരിജ്ഞാനമുള്ള ഒരാളായിരിക്കണമെന്നാണ് എനിക്ക് ആദ്യം പറഞ്ഞു വെക്കാനുള്ളത്. താങ്കളോട് പറഞ്ഞ പേരുകൾ, ഇപ്പൊ M.A. യൂസഫിന്റെ പേര് പറഞ്ഞു, നാട്ടിലുള്ള ഒരുപാട് പേര് അതൊക്കെ. അപ്പൊ M.A. യൂസഫ് ഈ നാട്ടിലെ ABC മദനി ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ എല്ലാവരും അറിയുന്ന സന്തോഷ് ജോർജ് കുളങ്ങര ഉൾപ്പെടെ, ഇവരൊക്കെ പ്രായോഗികമായി പരിജ്ഞാനം നേടിയ മോട്ടിവേറ്റേഴ്സാണ്. എൻ്റെ കൂടെ ഇരിക്കുന്ന 2 പേരെ ഞാൻ ഖണ്ഡിക്കുകയല്ല, അവരുടേതായ വർഷം പറഞ്ഞോട്ടെ. പക്ഷെ ഒരുപാട് മോട്ടിവേറ്റേഴ്സ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വന്ന വഴികളും നമുക്കറിയാം. ഈ മാർക്കറ്റിങ്ങിൽ നിന്നാണ്. അതായത് മാർക്കറ്റിംഗ്, വിവിധതരം മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന്റെ ചരിത്രം നോക്കി അറിയാം. ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ആണ് ഈ പറഞ്ഞ സോക്കോൾഡ് മോട്ടിവേറ്റേഴ്സ് തലക്കയറ്റം വന്നത്. അധ്യാപകരെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തു. ഒരു വിഷയം കൃത്യമായി കൺസീവ് ചെയ്യുകയും അത് അടുത്ത തലമുറയിലേക്ക് പ്രായോഗികമായി കൂടെ, അവർ പ്രയോക്താക്കൾ അല്ലെങ്കിൽ കൂടി പ്രായോഗികമായി പറഞ്ഞു വെക്കലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴീ അത് തന്ത്രപരമായി ഈ പറയുന്ന മോട്ടിവേറ്റേഴ്സ് ഈ അധ്യാപകരുടെ റോൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതാണ് തുടക്കം. യഥാർത്ഥത്തിൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി കൂടെ ചെയ്തു വരുന്ന ആൾക്കാരെ നമുക്ക്. ഇപ്പൊ ഗാന്ധിജി ഈ നമ്മളൊരു മോട്ടിവേറ്ററാണ്.
അത് പ്രായോഗികത്തിൻ്റെ ആൾ തന്നെയാണ്. പ്രായോഗികമായി ഓരോന്നും ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. APJ അബ്ദുൽ കലാം, അത് പ്രായോഗികത പരിജ്ഞാനമാണ്. അപ്പൊ ഇതെല്ലാം വഴികളാണ്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന മോട്ടിവേറ്റേഴ്സ് ഒന്നും അങ്ങനെ അല്ല എന്നാണ് എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ള ആദ്യം. തിരിച്ചു വരാം. ബിസിനസ് കൺസൾട്ടന്റ്, ഉപദേഷ്ടാവ് തന്നെയാണ്. കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കലാണ്. ആ റോളിലേക്ക് എങ്ങനെ എത്തി എന്ന് ആദ്യം ഒന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തണം. ഒരു ബിസിനസ് കൺസൾട്ടൻ്റായി മാറുന്നതിന് താങ്കളുടെ കയ്യിലുള്ള മെറ്റീരിയൽ എന്ത്, ആ മെറ്റീരിയൽ എങ്ങനെ താങ്കൾ ആർജിച്ചു, ഒന്ന് വിശദീകരിക്കാമോ? ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആവണമെങ്കിൽ ബിസിനസ്സുകൾ എങ്ങനെയാണ് നടക്കുന്നത്, അതായത് ബിസിനസ്സിൻ്റെ പ്രോസസ്സിനെ പറ്റിയിട്ട് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം. എങ്ങനെയാണ് ഒരു ബിസിനസ് നടത്തുന്നത്, അതായത് മാനേജ്മെൻറ്റ്. ബിസിനസ്സിൽ ഒരുപാട് ഐഡിയകളുണ്ടാവും ബിസിനസ്സുകാർക്ക്, അവരാണ് ആൻറ്റർപ്രനേഴ്സായി മാറുന്നത്. പക്ഷെ ഒരു സ്ഥാപനമായി കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിന് ഒരുപാട് ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. അതായത് അതിൻ്റെ ഹ്യൂമൻ റിസോഴ്സസ്, അതേപോലെ തന്നെ നമുക്ക് സപ്ലൈ ചെയിൻ, പർച്ചേസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, എല്ലാം അതിനകത്തൊക്കെ ഉപദേശം കൊടുക്കലാണ് താങ്കളുടെ പണി. അതിനകത്ത് ഉപദേശം കൊടുക്കുക എന്നുള്ള ഉപരി എന്താണോ ഈ ബിസിനസ്സുകാരന്റെ ഒബ്ജക്റ്റീവ്, അവർക്കൊരു വിഷൻ ഉണ്ടാവും. ആ വിഷനിലേക്ക് എത്താൻ എന്താണ് അവർക്കുള്ള ബോട്ടിൽ നെക്സ്, അല്ലെങ്കിൽ എന്താണ് അവരെ അതിലേക്ക് എത്താൻ വേണ്ടി ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ, എവിടെയാണ് അവർ നിന്ന് പോകുന്നത്, അവിടെ നമ്മൾ ഗ്യാപ്സ് അനലൈസ് ചെയ്യും. ആ ഗ്യാപ്പ് അനലൈസ് ചെയ്ത ശേഷം അതിലേക്ക് വേണ്ട സൊല്യൂഷൻസ്, അതും ആ ബിസിനസ്സുകാരന് അനുയോജ്യമായ രീതിയിലുള്ള സൊല്യൂഷൻ നിർദ്ദേശിക്കും. അങ്ങനെ ഒരു നിർദ്ദേശകയായി മാറാൻ താങ്കൾ കടന്നു വന്ന വഴികളെന്ത്? ഒരു ദിവസം പെട്ടെന്ന് ഈ പണിയൊന്നും എടുക്കാൻ പറ്റില്ല. അതെങ്ങനെ? ഇപ്പൊ പ്രേക്ഷകർ ചോദിക്കും, വന്നിരിക്കുകയാണ് നിർദ്ദേശകൻ, ആരാണ് ദേവകി ആർ മേനോൻ, എങ്ങനെ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആയി എന്ന് അവൻ മനസ്സിലാലോചിക്കുന്നുണ്ടാവും. നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ് ഇത് കാണുന്നത്. ആ മെറ്റീരിയൽ എന്താണ്, അതൊന്ന് പറയൂ പ്ലീസ്. താങ്കളുടെ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള MBA ചെയ്തു. അതിനുശേഷം ഒരു 10 വർഷം ഞാൻ പല സ്ഥാപനങ്ങളിലായിട്ട് ജോലി ചെയ്തു. കേരളത്തിന് പുറത്തു ജോലി ചെയ്ത ശേഷം ഞങ്ങൾ ബിസിനസ്സും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ബിസിനസ്സിലും പങ്കാളിയായിരുന്നു. അപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ലപോലെ നമുക്ക് അറിയാം. ഒരു ബിസിനസ്സുകാരൻ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്, ചാലഞ്ചസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലൂടെ കടന്നു വന്നപ്പോൾ ബിസിനസ് കൺസൾട്ടന്റുമാർക്ക് ഇവരെ സഹായിക്കാൻ കഴിയും. അതായത് നമ്മൾ പ്രാക്ടിക്കലി ഒരു ബിസിനസ്സിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് പുറമേയുള്ള കുറേ കാര്യങ്ങൾ, അപ്ഡേഷൻസ് പഠിക്കാനോ ഒന്നും പറ്റണം എന്നില്ല. നമ്മൾ എന്ത് ബിസിനസ്, അത് ഏത് ബിസിനസ്സിന് കാര്യമാണോ അങ്ങനെ തന്നെയായിരിക്കും. എന്തിലാണോ നമ്മൾ ഉള്ളത് അതിനെ മാത്രം ഫോക്കസ് ചെയ്തായിരിക്കും നമുക്ക് പോകാൻ പറ്റുക. അപ്പോൾ പല ആളുകളുടെ പല രീതിയിലുള്ള എക്സ്പീരിയൻസസ് നമുക്ക് വേണം. അപ്പോൾ എങ്ങനെ ഒരു കൺസൾട്ടന്റ് ആവാം എന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചു. അതിന് വല്ല കോഴ്സും ഉണ്ടോ? അതിന് കോഴ്സുണ്ട്. ഇന്ത്യയിൽ തന്നെ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ DDU കൗശൽ കേന്ദ്ര എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട്. അവിടെയാണ് ഈ കോഴ്സ് ആദ്യമായിട്ട് തുടങ്ങിയത്. MVOC എന്നാണ് കോഴ്സിന്റെ പേര്. എത്ര വർഷത്തെ കോഴ്സാണ്? അത് 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ്. PG ആണ്. അതായത് മാസ്റ്റേഴ്സ് ഇൻ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അതാണ് MVOC. MBA കഴിഞ്ഞിട്ട് ഏതിന് പോകാനും പറ്റും? അങ്ങനെയില്ല, ഗ്രാജുവേറ്റ്സിന് പോവാം. ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ രംഗത്തേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കൺസൾട്ടൻസി ഫേമുകളിൽ ജോലി ചെയ്ത് ആ പരിചയം കൂടി കൈമുതലാക്കിയിട്ടാണ് എന്നിട്ടാണ് സ്വന്തമായിട്ട്. വളരെ തൃപ്തികരമായ ഒരു മറുപടിയാണ് ദേവകി ആർ മേനോൻ നമുക്ക് നൽകിയത്. ഇനി ശ്രീ മാത്യു തയ്യിൽ, വർഷങ്ങളായി താങ്കൾ നല്ല രീതിയിൽ ആളുകളെ പ്രചോദിപ്പിക്കുന്നു. നിരവധി സംഘടനകളുടെ തലപ്പത്ത് താങ്കളുണ്ട്. ചിറ്റാരിക്കൽ പോലുള്ള ഒരു നാടിൻ്റെ വികസനപരമായ കാര്യങ്ങൾ താങ്കൾ ഇടപെടുന്നു. താങ്കളുടെ ഈ 100 കണക്കിന് വേദികൾ താങ്കൾ ഇതിനകം ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. താങ്കൾക്ക് അതേക്കുറിച്ച്, താങ്കളുടെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാമോ? എങ്ങനെ താങ്കൾ ഈ രംഗത്തെത്തി, എന്തുകൊണ്ട്? ഞാൻ ചെറുപ്പം മുതലേ ഈ പല സംഘടനകളുടെ തലപ്പത്തിരുന്ന് ലീഡർഷിപ്പിലൂടെ വളർന്നു വന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പഠിക്കാതെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിക്കുകയും അതിനുശേഷമാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത്. ട്രെയിനിങ് മേഖലയിലേക്ക് വന്നിട്ട് തന്നെ ഞാനിപ്പോൾ JCCയുടെയും അതുപോലെ തന്നെ മറ്റു പല കിലയുടെ ഫാക്കൽറ്റി ആയിട്ടും സർക്കാരിൻ്റെ പല കിലയുടെ ഫാക്കൽറ്റി ആയിട്ടും അതുപോലെ പല സർക്കാർ ഏജൻസികൾ, എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ, അങ്ങനെ പലതിൻ്റെയും കീഴിൽ പോയി
ആ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ 10-40 വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. എങ്ങനെ ഞാൻ ദേവികയോട് ചോദിച്ച അതേ ചോദ്യം ചോദിക്കുന്നത്, എന്തുകൊണ്ട് എങ്ങനെ ഈ രംഗത്ത് വന്നു, എന്താണ് അതിന്റെ ബേസ്? അതൊരു ആവശ്യമായി മാറി. ഞാൻ ചെല്ലുന്ന ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ആവശ്യമാണ് എന്ന് കണ്ടപ്പോൾ ആ മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കും. പഠിച്ച് ഇപ്പം ഞാൻ കൂടുതലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് പേരൻറ്റിങ് മേഖലയിൽ. സ്കൂൾ കുട്ടികൾ രക്ഷാകർത്താക്കൾ അപ്പം നമ്മൾ അത് ഞാൻ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മദ്രാസിൽ പോയിട്ടാണ് ആ കോഴ്സ് ചെയ്തത്. ആ കോഴ്സ് ചെയ്ത് പഠിച്ചിട്ടാണ് നമ്മൾ അതുമായിട്ട്, അത് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, അതിൻ്റെ ഞാൻ ഡിപ്ലോമ കോഴ്സാണ് ചെയ്തത്. അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ ആ മേഖലയിലേക്ക് ഇറങ്ങി. മെയിനായിട്ട് ഏറ്റവും കൂടുതൽ അതാണ്. ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ 10-30 വർഷം കൊണ്ട് 6000-ലധികം വേദി പങ്കെടുത്തു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ കൂടെയും മറ്റ് സംസ്ഥാനത്തും പോയി ക്ലാസ് എടുത്തു. പേരന്റിങ് മാത്രമല്ല, ഫാമിലി ലൈഫിനെ കുറിച്ച് നന്നായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമിലി ലൈഫും ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ വ്യത്യാസം. നമ്മുടെ ഈ കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് വ്യാപാരികൾക്കും വ്യവസായികൾക്കും കൊടുക്കുമ്പോൾ ഒരു കടയിൽ ഒരു കസ്റ്റമർ വന്നാൽ അത് പുരുഷനാണ് പുരുഷനെ കൈകാര്യം ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, സ്ത്രീയാണ് സ്ത്രീയെ കൈകാര്യം ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ രീതിയിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ മൈൻഡ് പവർ ക്ലാസ് ഞാൻ പഠിച്ചതാണ്. അപ്പം മൈൻഡ് പവർ എങ്ങനെ ഒരാളെ നമുക്ക് കസ്റ്റമറെ നമുക്ക് നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പം നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ആ നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു പുതിയ അറിവുണ്ടാക്കി കൊടുക്കും. ഇന്നലെ വരെ അവർക്ക് കിട്ടാത്ത പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ട്രെയിനിങ് മെച്ചമായിട്ട് അവർക്ക് തോന്നും. രണ്ടാമത്, ആ അറിവിനോടൊപ്പം തന്നെ അത് പ്രാവർത്തികമാക്കാനുള്ള കഴിവ് അവരിൽ ഉണ്ടാക്കിയെടുക്കും. അതിനുള്ള സംവിധാനങ്ങൾ കാണിച്ചു കൊടുക്കുകയും പറയുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. 3, അവർക്ക് ചേഞ്ചസിന് വിധേയമാകാൻ വേണ്ടിയിട്ടുള്ളൊരു മനോഭാവം. ഇന്നലെ പോയ വഴിയെ പറ്റിയല്ല, പുതിയൊരു മാറ്റം വേണം എന്ന് അവരിൽ വരുത്തി തീർക്കുന്ന രീതിയിൽ അവരുടെ മനസ്സിൽ ഒരു ചേഞ്ചസ് കൂടെ വരുത്തും. അപ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുക. ചുമ്മാ നമ്മളൊരു ക്ലാസ് കേട്ട് പോയി മോട്ടിവേറ്റ്, അത് ഈ ചെവിക്കട് കേട്ട് ഇപ്പോഴത്തെ ചെവിക്കട് പോയെന്നിരിക്കും. കുറച്ച് കഥകൾ കേട്ടത് കൊണ്ടൊന്നും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മോട്ടിവേഷൻ നടക്കത്തില്ല, പണിയുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരാളെ ചേഞ്ച് ആക്കാൻ പറ്റൂ. ചേഞ്ച് ആക്കാമെന്നുള്ളത് വളരെ ഉറപ്പുള്ള കാര്യമാണ്. ഏത് വ്യക്തിയെ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. എത്ര കഠിന ഹൃദയനെ നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും. പക്ഷെ കുറച്ച് നമുക്ക് ഷിറാസ് സാറിലേക്കൊന്നും മടങ്ങാം. ഷിറാസ് സാർ, ഈ നമ്മളിപ്പോൾ കാണുന്നത് ഈ മോട്ടിവേറ്റർ അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്നുള്ളത് ഒരു കച്ചവടമായി മാറുന്ന ഒരു കാഴ്ചയാണ്. പലപ്പോഴും ഇവരെ പോലെ അല്ല പലരും. അവർക്ക് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒരു വിഷയമല്ല. അവർ ചില യൂട്യൂബും ചില ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ചില പൊടിക്കൈകളും വാക്ചാതുര്യം കൊണ്ട് ആളുകളെ കൈക്കലാക്കി ചിലപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവൻ സംഘർഷത്തിലേക്കും, ചിലപ്പോൾ അവൻ ഏറ്റവും ഭീകരനായി. കാരണം കച്ചവടക്കാരെ പോലും തെണ്ടികൾ, ഉപഭോക്താക്കളെ ആ തെണ്ടികൾ നമുക്ക് വേണ്ട എന്നൊക്കെ പറയുന്നിടത്തേക്ക് എത്തുന്നു. അങ്ങനെയുള്ള മനുഷ്യരെ എങ്ങനെയാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? താങ്കൾ പറഞ്ഞിടത്ത് തന്നെ തുടങ്ങാം. ഈ ഒരു മൂട് പടം ഇവിടെ പൊളിഞ്ഞു വീണത് നമ്മൾ കണ്ടതാണ്. കണ്ടു. അപ്പോൾ കുറച്ച് അല്ല, നന്നായി വാക്ചാതുര്യം ഉള്ളവരാണ് ഈ തട്ടിപ്പുകാരെന്ന മോട്ടിവേറ്റേഴ്സ്. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കും. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചു, ഇപ്പൊ 2 പേരും പറഞ്ഞു, അവരുടെ പ്രായോഗിക പരിജ്ഞാനം നമ്മൾ മനസ്സിലാക്കി. അവർ ഒരുപാട് ട്രെയിൻ ചെയ്ത് സ്വയം ട്രെയിൻഡായി എന്നിട്ടാണ് ആ പ്രോഡക്റ്റുമായി പുറത്തേക്ക് വരുന്നത്. അവർക്ക് ലക്ഷ്യമുണ്ട്, ഇരുന്ന ആളിനെ മോട്ടിവേറ്റ് ചെയ്യിക്കണം, അയാൾ ആ പാതയിലേക്ക് വരണം. ഇന്നലെ എങ്ങനെയായിരുന്നോ അങ്ങനെയല്ല, ഈ പുതിയ പാത ഇന്നതാണ് പറഞ്ഞു. പക്ഷെ ഇവരാരും ചെയ്യുന്ന അതല്ല. ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ്. ഈ പറയുന്ന കുറച്ച് വാക്ചാതുര്യവും കുറച്ച് കഥകളും കുറച്ച് ടൂൾസും ഒക്കെ പഠിച്ചിട്ട് ഇവരാരും 5 നയ പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്തുകയോ ഒരു സംരംഭം നടത്തുകയോ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയവരോ അല്ല. ഇവരിൽ ഭൂരിഭാഗം വരും. എല്ലാവരും അങ്ങനെ തന്നെ കൃത്യമായി. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. KP രവീന്ദ്രൻ എന്ന് പറയുന്ന പാലക്കാട് ഉള്ളൊരു വെജിറ്റേറിയൻ മനുഷ്യൻ, നമുക്ക് കണ്ണൂർ അറിയാം, ബിസിനസ് മാഗ്നറ്റാണ്. അദ്ദേഹം ഇവിടെ വന്ന് ചെയ്തത് എന്താ? ഫർണിച്ചർ ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കുകയും അതുപോലെ ഫർണിച്ചർ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരെ എല്ലാം അസോസിയേറ്റ് ചെയ്യിപ്പിക്കുകയും അവരെയൊക്കെ ഈ ബിസിനസിന്റെ പ്രോസും കോൺസും പറഞ്ഞ് മനസ്സിലാക്കുകയും ഒരുമിച്ച് വളരുകയും ചെയ്ത് ഒരുമിച്ച് വളർത്തിയിട്ട് അദ്ദേഹം ഒരു ക്ലസ്റ്റർ ഫോം ചെയ്ത ആളാണ്. അതൊരു മാതൃകയാണ്. ഇന്ന് ക്ലസ്റ്ററിന്റെ കേരളത്തിലെ ഒരു വാക്കാണ് KP രവീന്ദ്രൻ. ഏത് മേഖലയിൽ ക്ലസ്റ്റർ വന്നാലും അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ 10 കോടി രൂപ പ്രോജക്റ്റ് കൊണ്ടുവരാൻ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പൊ അയാൾ പ്രാക്ടിക്കലി അതിനകത്ത് ബേൺ ചെയ്ത് വന്ന് പബ്ലിക്കിന് മാതൃക കാണിച്ചു. അദ്ദേഹം ഇന്ന് നമ്മൾ പബ്ലിക്കിനോട് സംസാരിച്ചാൽ, ഏത് ക്ലസ്റ്ററെ കുറിച്ച് സംസാരിച്ചാലും നമുക്കൊരു ആധികാരിക മനസ്സിലാവും. പക്ഷെ ഇവരൊന്നും അങ്ങനെയല്ല. കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, MLM തന്നെയാണ് ഇതിന് വഴിയൊരുക്കിയത്. അതില് 100 ദിവസം 100 MLM-നെ കുറിച്ച്
ക്ലാസ് എടുക്കുന്നവരെ നമ്മൾ അന്ന് കണ്ടിരുന്നു. ഓരോ വേദിയിലും അയാൾ ആ MLM-ന്റെ ആളായിരുന്നു. അതേസമയം അടുത്ത ഷെഡ്യൂളിൽ അതേ വേറെ MLM-ന്റെ ആളാണ്. എല്ലാം പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് ഈ നമ്മളറിയാലോ ഇപ്പൊ ഈ കള്ളനാണയങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അത് അവർക്കൊരു ബിസിനസ് മാത്രമാണ്, അവരുടെ ബിസിനസിന്റെ ഒരു ഏരിയ അത്ര മാത്രമാണ്, അത് മാത്രമേ. പക്ഷെ ഈ മോട്ടിവേറ്റഡ് ആവുന്ന ആൾ ഇദ്ദേഹം പറഞ്ഞ പോലെ വാക്കുകൾ കൊണ്ട് മോട്ടിവേറ്റ് വരുന്നത് മിനിറ്റുകൾ മാത്രമായിരിക്കും. അത് ഇത് കഴിഞ്ഞ് പോയാൽ തിരിച്ചു പോകും. അയാൾക്ക് പ്രായോഗികമായി ഒന്നും അവിടെ കിട്ടിയില്ല. ഒരു ഇപ്പൊ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് 35 വർഷം ഈ മേഖലയിൽ വളർന്നു വന്ന സംരംഭകരുടെ ചൂടും ചൂരും എനിക്ക് മനസ്സിലാക്കിയിട്ട് എനിക്ക് പറയാം ഇതാണ് സംഭവം. അപ്പൊ അങ്ങനെ എക്സാമ്പിളിലൂടെ, ജീവിച്ച എക്സാമ്പിളിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇവരതാണോ ചെയ്യുന്നത്? ഇവര് 2 മണിക്കൂർ ഇങ്ങനെ വിശാലമായ ഒരു ലോകത്ത് നമ്മളെ കൊണ്ടെത്തിച്ച് അവിടെ ഒരു സിനിമ കണ്ടിറങ്ങി പോകുന്ന ഒരു ഈ താങ്കളുടെ ജീവിതത്തിൽ താങ്കളുടെ ബിസിനസ് കൺസൾട്ടന്റുമാരെ കണ്ടല്ലോ. ഈ ബിസിനസ്സിലേക്ക് വരുന്ന നിങ്ങളുടെ ഒരു ഉപദേശം തേടിയെത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മാർഗനിർദ്ദേശം തേടിയെത്തുന്ന ന്യൂ ജൻ അവരുടെ ഒരു മാനസിക വ്യവഹാരം എങ്ങനെയാണ് കാണുന്നത്? ന്യൂജൻ എന്ന് നമുക്ക് ന്യൂജൻ മാത്രമല്ല, ഇപ്പൊ ഞാൻ കൺസൾട്ടേഷൻ കൊടുക്കുന്ന ഇതിലിപ്പോൾ ഒരു 20ഓളം ഇൻഡസ്ട്രീസിൽ ഞാൻ കൺസൾട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് ഇൻഡസ്ട്രി അതിൽ പല ജനറേഷനിലുള്ള ആൾക്കാർ. അപ്പൊ ബിസിനസ് തുടങ്ങുന്ന ഒരാള് ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ കേരളത്തിലായാലും ഇന്ത്യയിൽ തന്നെ വ്യവസായം നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തുടങ്ങാൻ എന്നേ നമുക്ക് പറയാൻ പറ്റും. അത് സസ്റ്റൈനബിൾ ആണ്. ഒരു വ്യവഹാരം തുടങ്ങാൻ എളുപ്പമാണ്, നടത്തിക്കൊണ്ടു പോകാൻ പണിയാണ്. നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ അതിന് മാനേജ് ചെയ്യാൻ അറിയണം. ഒരു എന്റർപ്രൈസ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അതിന് പ്രാഥമികമായി പഠിക്കേണ്ട കാര്യം, ചെറിയ വാക്കുകളൊന്ന് പറയാം. പ്രാഥമികമായി പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ് വെറുതെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് കുറെ ആളുകൾ വാങ്ങുമെന്ന് വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല. ആദ്യം നമ്മുടെ ആ പ്രോഡക്റ്റ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അത് നമ്മൾക്ക് ഫൈനാൻഷ്യലി വയബിൾ ആണ്. ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയോണ്ട് കാര്യമില്ല. ഫൈനാൻഷ്യലി നമുക്കത് വയബിൾ ആണോ, അത് ഫീസിബിൾ ആണോ, അതിനാവശ്യമായ റിസോഴ്സസ് നമുക്ക് ഈ നാട്ടിൽ അല്ല. ആ ഫീസിബിലിറ്റി സ്റ്റഡിയും ഈ സാധ്യതകളൊക്കെ നമ്മൾ എങ്ങനെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക? അതിനുള്ള സ്റ്റഡി മെത്തേഡ് എന്താണ്? ഈ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇതിന് വളരെ വ്യക്തമായ ഒരു ബിസിനസ് പ്ലാൻ ആദ്യം ഉണ്ടാക്കും. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റിന് പോയാലും ബാങ്കിന് ലോണിന് പോയാലും എല്ലാവരും ചോദിക്കുന്നത് നിങ്ങളെ ബിസിനസ് പ്ലാൻ ഉണ്ടോ അല്ലെങ്കിൽ പ്രൊജക്ട് ഉണ്ടോ? അത് ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് തന്നെ അതിൽ വ്യക്തത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ മോട്ടിവേഷൻ നടത്തുന്ന ആളുകൾ ഇങ്ങനെ വാക്കുകൊണ്ട് കസരത്ത് കളിച്ച് ഇങ്ങനെ പോവുക ചെയ്യുക. ഈ മെറ്റീരിയലൊക്കെ ചിലപ്പോൾ അവരിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ മോട്ടിവേറ്റഡ് ആയി വരുന്ന ആളുകളുടെ ഒരു അവസ്ഥയുണ്ട്. അതിൽ വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ, ഈ ചിലപ്പോൾ അവരുടെ കയ്യിൽ അതിന്റെ മെറ്റീരിയൽ ഉണ്ടാവുമായിരിക്കാം, ഉണ്ടാവില്ലായിരിക്കാം, അത് നമുക്കറിയില്ല. പക്ഷേ നമ്മളിത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഞാൻ ഇപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയുവാണ്, എന്നോട് എങ്ങനെ ചെയ്യണം ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളത് കേട്ടു, അത് വെറും കേൾക്കലാണ്. കേട്ടു എന്ന് മാത്രമല്ല, നിങ്ങളൊരു നോളജ് അക്വയർ ചെയ്യും, ജസ്റ്റ് മനസ്സിലാക്കി. പക്ഷെ പ്രായോഗികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ പോയിട്ട് അത് അവിടെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ഈ കേട്ടത് വെച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ ലേണിംഗ് ആവുന്നില്ല. ലേണിംഗ് നടക്കണമെങ്കിൽ ഞാൻ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് എന്റെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ അനുയോജ്യമായ ഒരു സ്ഥലത്ത് നമ്മൾ കേട്ടത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ലേണിംഗ് ആയി. അപ്പൊ നമ്മളത് കേട്ടത് ഇപ്പൊ മോട്ടിവേറ്റഡ് ചിലപ്പോ ആവും, ഇത് കേട്ടു ഇങ്ങനെ ചെയ്യാം. പക്ഷെ അത് എങ്ങനെ നമ്മൾ ചെയ്യും? അത് നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ഒരു എന്റർപ്രൈസ് ആണ്. എന്റർപ്രൈസ് ആണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യിപ്പിക്കേണ്ടത് എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളെ കൊണ്ടായിരിക്കും. ആ വ്യക്തിനെ കൊണ്ട് അത് എങ്ങനെ ചെയ്യിപ്പിക്കാമെന്ന് എനിക്കറിയാം. നമുക്ക് പോയി നിന്ന് ചെയ്യാൻ പറ്റില്ല. അത് കൃത്യമായ പ്ലാനിങ് പഠിപ്പിച്ചു കൊടുക്കും. യെസ്, തിരിച്ചു വരാം. ശ്രീ മാത്യു തയ്യിൽ, നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഉപദേഷ്ടാവ് അല്ലെങ്കിൽ പ്രചോദകൻ പറയുകയാണ്, എന്നെ തന്തയ്ക്ക് വിളിച്ചോട്ടെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എൻ്റെ റേറ്റിംഗ് കൂടും. നവമാധ്യമങ്ങളിൽ റേറ്റിംഗ് കൂടാൻ വേണ്ടി എന്തും പറയുന്നവരായി മാറിയിരിക്കുന്നു മോട്ടിവേറ്റേഴ്സ്. ഇപ്പം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നവമാധ്യമങ്ങൾ തുറന്ന ഒരു ഭാഗത്തത് ഓരോ സ്ഥലത്ത് ഇവരുടെ മോട്ടിവേറ്ററെ കൊണ്ടുവരാൻ ബ്ലാക്ക് കാറ്റ്സ് ഒക്കെയാണ് നിരക്കുന്നത്. ഇവർ വരുന്നു, സിനിമ സ്റ്റൈലിൽ ഇറങ്ങുന്നു, വരുന്നു, വായി തോന്നി വിളിച്ചു പറയുന്നു, തന്തയ്ക്ക് വിളിക്കുന്നു, തിരിച്ച് തന്തയ്ക്ക് വിളി കേൾക്കുന്നു. എന്താണ് ഇത്തരം മോട്ടിവേറ്റേഴ്സിനെ കുറിച്ച് 6000 വേദികൾ പിന്നിട്ട താങ്കൾക്ക് പറയാനുള്ളത്? നമുക്ക് ഈ മോട്ടിവേറ്ററും ട്രെയിനറും രണ്ടും രണ്ടാണ്.
ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ഞാൻ ഒരാൾ നിങ്ങളൊരു ട്രെയിനറാണ്, ഞാനൊരു മോട്ടിവേറ്റർ അല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ അല്ലല്ല, മോട്ടിവേഷൻ കൊടുത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഈ മോട്ടിവേഷൻ തന്നെയായിട്ട് പോകുക എന്ന് പറയുന്നത് അവർക്ക് ലക്ഷ്യം മറ്റൊന്നാണ്. ട്രെയിനിങ് നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാരിൽ നമ്മളൊരു ചേഞ്ചസ് ഉണ്ടാക്കിയിരിക്കും, യാതൊരു സംശയമില്ല. അത് മോട്ടിവേഷനിലൂടെയാണ് നടക്കുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് പോയി ഒരു വിഷയം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് ഒരു മാധ്യമങ്ങളിൽ ഷൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടണമെങ്കിൽ ചിലർ കാണിക്കുന്നത് ചില ടെക്നിക്കായി പോയി കണ്ടത്, ചില ടിപ്സിന്റെ ഒരു ഭാഗമാണ് ഈ തെറി വിളിക്കലും. അത് നമ്മൾ ഈ മേഖലയെ മാത്രമല്ല മറ്റു പല മേഖലയിലും കാണുന്നുണ്ട്. അവരുടെ വീഡിയോസിന് ഇഷ്ടം പോലെ യൂട്യൂബിൽ ഭയങ്കര വ്യൂവേഴ്സ് ഉണ്ട്. ഇപ്പൊ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. എന്റെ യൂട്യൂബ് ചാനലിൽ 30,000-ഓളം വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷേ അതാണ് ഇതിനകത്ത് വ്യത്യാസം. ഇദ്ദേഹത്തിന് അധികം വ്യൂവേഴ്സ് ഒന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ ചാനൽ കണ്ടോ ഇഷ്ടംപോലെ ആൾക്കാർ. കാരണം ഈ പ്രശ്നങ്ങളുള്ളതാണ് ജനങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ നമുക്ക് ഈ കുപ്രസിദ്ധിയിലും പ്രസിദ്ധിയിലും നമുക്ക് പേര് നേടിയെടുക്കാൻ പല മാർഗങ്ങളും മാധ്യമങ്ങളും പെട്ടെന്ന് ഇവരുടെ പുറകെ പോകും. അപ്പൊ നന്നായിട്ട് ഞാനൊരു ക്ലാസ് എടുത്തിട്ട് പോയാൽ ഒരു മാധ്യമം ഒരു വാർത്ത പോലും ഇടത്തില്ല, ഒരു മാധ്യമമില്ല. ഇങ്ങനെ ഒരു പ്രശ്നം ആക്കിക്കുക ഇന്ന് അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവരും ഉയർത്തിപ്പിടിക്കുക, എല്ലാം മതി. ഇപ്പൊ ചർച്ചയ്ക്ക് പോലും അതാണ് കാരണം. ആ വിഷയം അദ്ദേഹം ഇന്ത്യ മുഴുവനല്ല ലോകം മുഴുവൻ അറിയപ്പെട്ടു. ഇങ്ങനെയാണ് ചിലർ പേരുണ്ടാക്കിയെടുക്കുന്നത്. അവർ എല്ലാ മേഖലയിലും രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലും നമ്മൾ കാണുന്നത് തന്നെയാണ്. വിഷയം ഉണ്ടാക്കിയാണ്, വിഷയം ഉണ്ടാക്കിയുണ്ട്. പക്ഷേ ഇതൊരിക്കലും ഒരു നല്ല ട്രെയിനർക്കുള്ള ക്വാളിറ്റി അല്ല. നല്ല ട്രെയിനർമാർ വായിന്ന് വരുന്നത് നല്ലതായിരിക്കണം. നമ്മൾ അവരെ മോഡലായിട്ട്, അപ്പോൾ ഗാന്ധിജിയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മാതിരി ഒരു ട്രെയിനർ ജീവിച്ച് കാണിക്കണം. എങ്കിലേ എനിക്കെൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുക. നിങ്ങളെപ്പോഴും പല നല്ല ട്രെയിനേഴ്സ് നോക്കിക്കുക, അവരുടെ അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അത് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ഈ വിവാദ പുരുഷന്മാരായി നിൽക്കുന്ന ആളുകളെ കൊണ്ടുവരുന്നത് താങ്കൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. എന്തുകൊണ്ട് അങ്ങനെ അവർ ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നു? താങ്കളുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ താങ്കൾ വിവിധ സംഘടനകളുടെ തലപ്പത്തിരുന്നിട്ടുണ്ട്. അത്തരം സംഘടനകൾ പോലും ഇത്തരം ആളുകളുടെ പിന്നാലെ പോകുന്നതിന്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. ചിലരൊക്കെ ഉള്ളൂ സാറേ ആ രീതിയിൽ പോകുന്നത്, എല്ലാവരെയും നമുക്ക് അങ്ങനെ കാണത്തില്ല. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിൽ ഷൈൻ ചെയ്യുന്ന ആൾക്കാരെ കിട്ടാൻ ആഗ്രഹിക്കും. അതെപ്പോഴും നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് കൂടുന്നു, അപ്പം നമുക്ക് ആരെയാണ് നമ്മുടെ ക്ലാസ് എടുക്കാൻ വിളിക്കണം എന്ന് പറയുമ്പോൾ ഇത് ഇന്നയാൾ കൊള്ളാം, അയാൾ എങ്ങനെ പരിചയപ്പെട്ടത്? ഉള്ളി സോഷ്യൽ മീഡിയ നേരിട്ട് അയാളുടെ ക്ലാസ്സിലേക്ക്. അപ്പോൾ സോഷ്യൽ മീഡിയയും വാട്സപ്പും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, വളരെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഒരാളെ കുറിച്ച് അറിയും. ഇപ്പൊ സന്തോഷ് ജോർജ് ഞാൻ പേഴ്സണൽ ബന്ധമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് നമ്മളെങ്ങനെയാണ് കൂടുതൽ അറിയുന്നത്? ഈ ഗ്രാമപ്രദേശത്ത് വാങ്ങിക്കുന്ന ഒരാളെങ്ങനെ അറിയുന്നത്? നേരിട്ട് കണ്ടിട്ടില്ല, ഉള്ളി സോഷ്യൽ മീഡിയയാണ്. ഇപ്പൊ ഏത് രാജ്യത്തുള്ള ഒരാളെയും നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷെ അത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണ്. ഇപ്പോൾ ഇത്തരത്തിലൊരാളുടെ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് അയാളുടെ വ്യക്തിത്വം എന്താണെന്ന് ആരാണെങ്കിലും പച്ചയായ ദാമ്പത്യ ജീവിതം എങ്ങനെയുണ്ട് കൊണ്ടുപോകണം എന്ന് പച്ചയായി പറഞ്ഞ് മനുഷ്യന്മാരെ കുളത്തിലിറക്കുന്നവന്മാർ നമ്മൾ നോക്കുന്നത് അത് കാണാൻ ആളിഷ്ടം പോലെ. അപ്പൊ അവർക്ക് വേണ്ടത് പണമാണ്. ഒരു ട്രെയിനർക്ക് പണമല്ല, അദ്ദേഹം ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള പണവും വാങ്ങാറുള്ളൂ. ഓവർ പണമല്ല വാങ്ങുന്നത്, മറ്റൊരു പണത്തിന് വേണ്ടി തന്നെ ചെയ്യുന്ന ചില എന്താ പറയാ, അതിനു വേണ്ടിയിട്ടാണ് ടെക്നിക്കലി നമ്മൾ വീണു പോകുന്നു. ഷിറാസ് സാറിലേക്ക് നമുക്ക് മടങ്ങാം. ഇപ്പം താങ്കൾ ഏതാണ്ട് 3.5 പതിറ്റാണ്ട് കാലമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഒരു ജോയിന്റ് ഡയറക്ടർ എന്ന നിലയ്ക്ക് ഒത്തിരി സംരംഭകരായിട്ട് ഇടപഴകുന്നു. ഇപ്പം ഈ സംരംഭകർക്ക് നിങ്ങൾ കൊടുക്കുന്ന ക്ലാസ്സുകളുണ്ട്, ട്രെയിനിങ് ഉണ്ട്, പരിശീലനമുണ്ട്. ഇത്തരം പരിശീലനത്തിലേക്ക് ക്ലാസ് എടുക്കാൻ വരുന്നവർ, മോട്ടിവേറ്റേഴ്സായിട്ട് വരുന്നവർ, അവരുടെ മാനദണ്ഡം എന്താണ്? എവിടെ നിന്ന് വരുന്നു? അവരെ എങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യും? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും ആ ചോദ്യം ഇവിടെ പ്രസക്തമാണ്. കാരണം ഈ വരുന്ന ഈ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നവരുടെ ചോദ്യം വരുന്നിടത്താണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ്, അത് ഏത് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയാലും സംരംഭകരെ വാർത്തെടുക്കുന്നതിന് മോട്ടിവേറ്റേഴ്സിനെ കൊണ്ടുവരുമ്പോൾ സബ്ജക്റ്റീവാണ്. മാർക്കറ്റിംഗിൽ കൊണ്ടുവരിക, പ്രൈസിംഗിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ നേരത്തെ ബിസിനസ് പ്ലാനിൽ കൊണ്ടുവരിക. ഇത് കൃത്യമായി ആദ്യം ഇവർക്ക് അക്കാഡമിക് പ്രൊഫൈൽ ഉണ്ടാവണം. കൃത്യമായി അക്കാഡമിക് പ്രൊഫൈൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് മിനിമം നമ്മൾ നോക്കും. അത് കഴിഞ്ഞ് അവരുടെ മാഡം പറഞ്ഞല്ലോ, മാഡം ഇത്ര കാലം ഈ ബിസിനസ് ഫീൽഡ് നിന്നിട്ടാണ് ആ എക്സ്പീരിയൻസ് കൂടെ വെച്ചിട്ടാണ് വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫീൽഡ് അദ്ദേഹം എത്ര കാലം ഇപ്പൊ കിലയിലൊരു ഫാക്കൽറ്റി ആയി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിലയിലൊരു ഫാക്കൽറ്റി ആവാൻ പറ്റില്ല. അപ്പൊ കൃത്യമായ വഴികളിലൂടെ പിന്നെ പൊതുസേവനത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പർട്ടിക്കുലർ മേഖലയിൽ പ്രാക്ടീസ് നേടിയവരെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പൊ KP രവീന്ദ്രനെ നമ്മൾ ക്ലസ്റ്റർ ക്ലാസ് എടുക്കാൻ വേണ്ടിയിരിക്കുന്നത് ഒരു ജീവിക്കുന്ന എക്സാമ്പിൾ ആയതുകൊണ്ടാണ്.
അല്ലാതെ ക്ലസ്റ്റർ പഠിച്ചിട്ടുള്ള ഒരു പ്രൊഫസർ നമ്മൾ വിളിച്ചിട്ട് കൊടുക്കില്ല. അത് വിളിക്കാം, തീരെ പഠിപ്പിക്കാൻ വേണ്ടി പ്രാക്ടിക്കൽ ലൈഫ് വേണം. പ്രാക്ടിക്കൽ ലൈഫ് വേണം. ഇപ്പൊ നമ്മൾ ടൂറിസത്തെ കുറിച്ച്, കേരളത്തിന്റെ സംരംഭത്തെ കുറിച്ചും എങ്ങനെ പ്രൊമോട്ട് ചെയ്ത് സന്തോഷ് കുളങ്ങര സംസാരിക്കുന്നു അല്ലെ. ഇപ്പൊ എല്ലാ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് ലോകത്തിന്റെ മൊത്തം അങ്ങനെ മലബാറിൽ നിന്ന് എടുത്തു പറയാവുന്ന KP രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പേര് ഇപ്പൊ നിങ്ങൾ ഇത്തരം ജനറേഷൻപ്പെട്ട ആളുകളെ നിങ്ങൾ നിരന്തരം ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾക്കൊരു ലിസ്റ്റ് പറയാം. ഞാൻ കഴിഞ്ഞ 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നു. അത് മട്ടന്നൂർ വെച്ചാണ്. അന്ന് എന്റെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് മുഹമ്മദ് മദനി ആയിരുന്നു. എനിക്കൊരു പൊളിറ്റീഷ്യനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ABC മദനി, അത് മന്ത്രിയെ കൊണ്ടുവരാം, മന്ത്രിമാരെ കൊണ്ടുവരാം. മന്ത്രി വന്നു, അത് വേറെ കാര്യം. പക്ഷേ ക്ലാസ് എടുത്തത് മദനി, എന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ലാസ് എടുത്തത് മദനി. എന്തുകൊണ്ട് മദനി? എന്തുകൊണ്ട് മദനി? അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം ഒരു സീരിയൽ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. കണ്ടാൽ അറിയാം. അത് ഒറ്റ വ്യവസായത്തിൽ നിന്നതല്ല, ഒരുപാട് വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ സീരിയൽ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. എന്നിട്ട് അദ്ദേഹം മോട്ടിവേഷനിലേക്ക് തകർന്നിട്ടുണ്ടാവും. ഒരുപാട് എണ്ണത്തിന്റെ ബിസിനസ് പ്ലാൻ അതെല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞുകൊണ്ടാണ് പബ്ലിക്കോട് പറയുന്നത്. എവിടെ ഇപ്പൊ ക്ലസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. ഇപ്പൊ ഭക്ഷ്യോൽപ്പന്ന മേഖലയിലെ ക്ലസ്റ്ററിലേക്ക് അദ്ദേഹം മൂവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ ഒരുപാട് പ്രോഡക്റ്റ് അദ്ദേഹം ഈ പറയുന്ന പിന്നെ എന്താ പറയാ സെല്ലിങ്ങിലല്ല, ഈ ഷോപ്പിക്സ് എന്ന് പറയുന്ന റീറ്റെയിലിംഗ് അല്ലാതെ തന്നെ പ്രൊഡക്ഷനിൽ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. അപ്പൊ ആക്ച്വലി അദ്ദേഹം നമ്മുടെ ഹോം അപ്ലയൻസിന്റെ രാജാവാണ്. അദ്ദേഹം ഭക്ഷ്യോൽപ്പന്ന മേഖല സെപ്പറേറ്റ് മേഖല ഞാൻ പറഞ്ഞാണ്. അതിനകത്ത് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ 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 ഹോം ഉൽപ്പന്നങ്ങൾ, പിക്കിൾസ്, ഇൻഡസ്ട്രിയിൽ അതെല്ലാം കയറ്റിയിരിക്കുന്നത് മൂടി പിക്കിൾസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനാണ്. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ബിസിനസ് ധൈര്യത്തിൽ നിന്ന് സംസാരിക്കാം. ഈ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ടുപോയി അദ്ദേഹം ഒന്ന് സംസാരിച്ചിരിക്കുക. 1/2 മണിക്കൂർ സംസാരിച്ചപ്പോൾ ഗവൺമെന്റ് ഇവിടെ കൊടുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് സംസാരിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ലീസിന് കൊടുക്കുകയാണ്. അദ്ദേഹം ലോകം കണ്ടൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ചുമ്മാ ലീസിന് കൊടുത്ത് അവരെ ക്ലച്ച് പിടിപ്പിച്ച് ബ്ലോക്ക് ചെയ്തു. ലീസ് ടു സെയിൽ, അവരെന്നാണോ അവന്റെ പേയ്മെന്റ് അടച്ചിരുന്നത് അവർക്ക് സ്വതന്ത്രമായിട്ട് കൊടുക്കുക. അത് നല്ല കാര്യമാണ്. ആ പിന്നെ സംരംഭകന് പിന്നെ ഒരു ഫ്രീഡം ഓഫ് പബ്ലിറ്റി കിട്ടും. നമ്മൾ ലീസിന് എടുത്ത് ഇങ്ങനെ 30 വർഷം കഴിയുമ്പോൾ 60 വർഷം കഴിയുമ്പോൾ പുതുക്കൊണ്ടിരിക്കലല്ല. അദ്ദേഹം ലൈഫ് ലോങ് കൊടുക്കുക. അങ്ങനെ വർഷം ചെയ്ത് പ്രാക്ടീസ് പ്രൂവ് ചെയ്തവരാണെങ്കിൽ അവർ കൊടുക്കുക. ആ തരത്തിലേക്ക് ആ നിലയിലേക്ക് മൂപ്പര നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായ നമുക്ക് കൊണ്ടുവരാം. മോട്ടിവേറ്റർ എന്ന് പറയാവുന്ന യഥാർത്ഥ പ്രായോഗിക പരിജ്ഞാനമുള്ളവർ. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ ഈ പല മീഡിയയിൽ നിന്ന് കിട്ടുന്ന ചില ഒരു പുത്തൻ അറിവ് കൊണ്ടും പെരിഫറലായിട്ടുള്ള ഇൻഫർമേഷൻ കൊണ്ടും നമ്മളവരെ സെലക്ട് ചെയ്ത് പോകുന്നതാണ്. പക്ഷെ ഇത്തരം നേരത്തെ പറഞ്ഞ ആൾക്കാരൊന്നും അധികാരം അങ്ങനെ നിൽക്കത്തില്ല. ഇപ്പൊ നമ്മളെ ജനം അത്ര വലിയ മണ്ടന്മാരൊന്നുമല്ല. കുറെ ജിബിക്കളെ കാണിക്കാന്നല്ലാതെ ഈ പറയുന്നതിലൊന്നും അധിക നാളൊന്നും ഉണ്ടാവില്ല. ഈ MLM പോലെ തന്നെ അങ്ങ് പൊട്ടുള്ളൂ. ഒരു ദിവസം പൊട്ടും. താങ്കൾ ഇങ്ങനെ ഉപദേശം കൊടുക്കുന്ന 20-ലേറെ സ്ഥാപനങ്ങൾ ഉണ്ട്. അപ്പോൾ താങ്കളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കൃത്യമായി താങ്കൾ അനലൈസ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. പൊട്ടിപ്പോകാറുണ്ടോ? ഇല്ല, പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ വരില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു കൺസൾട്ടന്റിനെ ഹയർ ചെയ്യണ ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള എന്റർപ്രണേഴ്സ് ആണ്. കാരണം കൺസൾട്ടന്റ് ട്രെയിനറിന്റെ റോളല്ല. കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംപ്ലിമെന്റേഷന് കൂടെ നമ്മൾ അവരെ സഹായിക്കുന്ന ആൾക്കാർ. അപ്പൊ നമ്മളൊരു ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് പോവില്ല. ക്ലാസ് അല്ലാതെ നമ്മളവിടെ പോയി അവരുടെ കൂടെ ഇരുന്ന് അതൊരാളായി ചെയ്ത് കൊടുത്ത് അവരിൽ ഒരാളെ അതിന് പ്രാപ്തമാക്കി ട്രെയിൻ ചെയ്ത് എടുക്കുന്ന ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ്. അതൊരു ലോങ് ടേം പ്രോസസ്സാണ്. ഒരു കൺസൾട്ടേഷൻ കൊടുക്കുമ്പോൾ ഒരു 6 മാസം, 1 വർഷം, 2 വർഷം, 3 വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വരുന്ന സമയത്ത് ഇതിനെ നമ്മൾ ഈ അതുപോലെ സ്ഥാപനം പൊട്ടിപ്പൊളിയുക എന്ന് പറയുന്നത് അത് ഒരൊറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു സ്ട്രാറ്റജി എടുത്തു, നമുക്ക് തോന്നുകയാണ് അയ്യോ ഇത് നമ്മളുടെ ബിസിനസ് മേഖലയിൽ അനുയോജ്യമല്ലെന്ന് തോന്നുമ്പോൾ നമ്മൾ അപ്പം തന്നെ അത് അനലൈസ് ചെയ്യുന്നു. ഇത് വേണ്ട, നമുക്ക് അടുത്ത സ്ട്രാറ്റജിയിലേക്ക് വരിക. സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകാരും അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നവരാണ്. അപ്പോൾ ഒരു ചോദ്യം കൂടി, ഇപ്പം ഒരു സ്ഥാപനം തുടങ്ങിയതിന് ശേഷമാണോ ആളുകൾ നിങ്ങളെ സമീപിക്കുന്നത്? അത് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയമുണ്ട്, നിങ്ങളിലേക്ക് ഞാൻ വരുന്നു, നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചാണോ കൂടുതൽ ആളുകൾ വരുന്നത്? രണ്ടുമുണ്ട്. കാരണം ഞാൻ കൺസൾട്ടേഷൻ കൂടുതലും കൊടുക്കുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ്. പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ മെന്റേഴ്സിന്റെ പാനലിൽ അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തുടങ്ങാൻ പോകുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ മെന്ററിങ് ആവശ്യപ്പെട്ട് വരുന്നവരുണ്ട്. അപ്പോൾ ആവശ്യപ്പെട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസുകളും അറിവും വെച്ച് അവരെ ഗൈഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഈ സ്ഥാപനം ഇത് ഇങ്ങനെ ഒരു ആശയം ഇംപ്ലിമെന്റ് ചെയ്യണോ വേണ്ടയോ, ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന റിസ്കുകൾ ഇതിലുണ്ട്, ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് ഇതിന്റെ ചാലഞ്ചസ്, അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കും.
പറഞ്ഞു കൊടുത്ത് അവരെ മെൻറ്റർ ചെയ്ത് അങ്ങനെ എന്റെ സഹായം തേടി തുടങ്ങുന്നവരും ഉണ്ട്. ചിലർ ചിലപ്പോൾ ചാലഞ്ചസ് റിസ്ക് ഒക്കെ കേൾക്കുമ്പോൾ സ്ഥലം വിടുന്നവരുണ്ട്. തിരിച്ചു വരാം. ജോസ് തയ്യിൽ 6000 വേദികൾ, പ്രധാനമായിട്ടും പേരന്റിംഗ് ആണ് താങ്കളുടെ ഇഷ്ടവിഷയം. പേരന്റിങ്ങിന് ഈ ലോകത്ത് ഒരു കോഴ്സ് നിലവിലില്ല. ചില മതങ്ങൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നിൽക്കുന്ന ചില, അല്ലാതെ ഒരുത്തൻ അച്ഛനും അമ്മയാകുക, കല്യാണം കഴിച്ചാൽ ആരെല്ലോ പറഞ്ഞു കൊടുക്കുന്ന ചില കാറ്റഗറി വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് കൃത്യമായി മക്കളെ വളർത്താൻ പലപ്പോഴും രക്ഷിതാക്കൾക്ക് സാധിക്കാത്തത്. താങ്കൾ ഈ 6000 വേദികൾ പിന്നിടുമ്പോൾ പേരന്റിങ്ങിന് പ്രൈമറി ആയി താങ്കൾ നൽകുന്ന ഉപദേശം എന്താണ്? പോയിട്ടില്ല. അല്ല, കോഴ്സുകളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, വളരെ റയറാണ്. ഇപ്പം കണ്ണൂരിലുണ്ടോ എന്ന് ചോദിച്ചാൽ ചില മത സ്ഥാപനങ്ങൾ നടത്തുന്നതല്ലാതെ കാലയളവിലേക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും ഒരാൾ ഡോക്ടറാണെങ്കിൽ MBBS കഴിയണം, ഒരാൾ അധ്യാപകനാണെങ്കിൽ അവന് B.Ed വേണം, അല്ലെങ്കിൽ PG വേണം, അങ്ങനെ ഓരോന്നിനും വേണം. പക്ഷേ അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ള വലിയ ഒരു ജീവിതചര്യയും ക്രമവുമാണ് പേരന്റിങ്. അതിന് സത്യത്തിൽ കേരളത്തിൽ ഇന്ന് വരെ ഒരു ആധികാരികമായ ഒരു കോഴ്സ് ജനങ്ങൾക്കില്ല. വേണ്ടത് അതാണ്. അതുകൊണ്ടാണ് താങ്കൾ ചോദിച്ചു പ്രൈമറി ആയി താങ്കൾക്ക് എന്ത് പറയുമ്പോൾ മതങ്ങളൊക്കെ 3-4 ദിവസം നീണ്ടു നിൽക്കുന്നത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, വനിതാ കമ്മീഷനും ഒക്കെ കോഴ്സുകൾ കൊടുക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, രാജീവ് ഗാന്ധി റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്ലോമ ഉണ്ട്, PG ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അല്ല, അത് ചെയ്തു വരുന്നവർക്ക് അതൊരു ഉപജീവനമാർഗ്ഗം, ജോലിയുണ്ട്, ആ മേഖലയിൽ ജോലിയുണ്ട്, ആ മേഖലയിൽ ട്രെയിനിങ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ജോലി കിട്ടാനും വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ അതിലേക്ക് ആരും വലിയ താല്പര്യം കാണിക്കുന്നില്ല. നമ്മൾ ഇപ്പൊ ഒരു പശുവിനെ വളർത്തണേ പോലും ഡോക്ടർ എത്ര വർഷം പോയിട്ട് തെങ്ങും തൈ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷി ഓഫീസർ എത്ര കാലം പഠിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ ഉത്പാദിപ്പിക്കാൻ ആരും പഠിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് ഒരു കുട്ടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല പലപ്പോഴും. ഇത് എവിടുന്നോ കേട്ടത് അറിവുകൾ വെച്ച്, ഈ പറഞ്ഞ പോലെ മീഡിയയിൽ നിന്ന് കണ്ടിട്ടുള്ള അറിവ് വെച്ച്, അച്ഛനും അമ്മയും തന്നിട്ടുള്ള ഉപദേശങ്ങളൊക്കെ വെച്ച് അങ്ങ് കൈകാര്യം ചെയ്തു, കല്യാണം കഴിച്ചു, എങ്ങനെയോ പിള്ളേരുണ്ടാകും. പക്ഷെ അത് ട്രെയിൻ ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം എന്നാ വെച്ചാൽ വളരെ ഈസി ആയിട്ട് കൊണ്ടാകും. ഇന്നത്തെ ആധുനിക യുഗത്തിലെ കുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികളാണ്. അപ്പൊ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യണമെങ്കിൽ കുറച്ച് അതിനുള്ള ടെക്നിക്കുകളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെയാണ് അത് വീഡിയോയിൽ വിഷ്വലൈസ്ഡ് ക്ലാസ്സാണ് ഫുള്ള് ഞാൻ കൈകാര്യം ചെയ്യും. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് കാണിച്ചു കൊടുത്ത് അവരിൽ ബോധ്യപ്പെടുത്തും. ചിലർക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ട്രെയിൻ ചെയ്തും കാണിക്കും. അപ്പോൾ ആ ചേഞ്ചസ് എങ്ങനെ വരുത്തുമെന്ന് അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിന് റിസൾട്ട് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ കോളുകൾ വരും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നിരവധി കുട്ടികളുടെ പ്രശ്നമായിട്ട് കാരണന്മാർ വിളിക്കും, അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പം ഇത് രക്ഷാകർത്താക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു 1-2 കുട്ടിയേ ഉള്ളൂ. ഇതിനെ എങ്ങനെയും ഒന്ന് കൈകാര്യം ചെയ്തെടുക്കണം. അപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഞാൻ പേരന്റിംഗ് മേഖലയിൽ മാത്രമല്ല, ഞാൻ ഈ വ്യവസായ വകുപ്പിൻ്റെയും ഞാൻ ഇന്ന് കേരളത്തിൽ കിസാൻ സർവീസ് സൊസൈറ്റി എന്നൊരു ഓർഗനൈസേഷൻ ആരംഭിച്ചു. അതിന്റെ ചെയർമാൻ, നാഷണൽ ചെയർമാൻ. ഇന്ന് 230 പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് യൂണിറ്റ് ഉണ്ട്. അവിടെ എല്ലാം തന്നെ എന്തെങ്കിലും ഒരു വ്യവസായത്തിന്റെ യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. രാജീവ് മന്ത്രി തന്നെ വന്ന് പല ഞങ്ങളുടെ യൂണിറ്റുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പം 150ഓളം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ബ്രാൻഡിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എല്ലാ ബുധനാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. 4 വർഷമായി തുടർച്ചയുണ്ട്, നിർത്തിയിട്ടില്ല. അപ്പൊ കേരളത്തിന്റെ നല്ല മറ്റു പല സ്ഥലത്തു നിന്നും ആൾക്കാർ അതിനകത്ത് കയറി അവരുടെ സംശയങ്ങൾ, ഇപ്പൊ എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം, ലൈസൻസ് എന്തൊക്കെ വേണം, വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം. കാരണം ഞാൻ ഇതൊരു ബിസിനസ് ചെയ്ത് പഠിച്ചയാളാണ്, എല്ലാ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അല്ലാതെ ഞാൻ വ്യാപാരി വ്യവസായ യോഗ സംഘടന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അപ്പോൾ ആ സംഘടന നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം എനിക്കറിയാം. ഇങ്ങനെ കർഷക മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാം. ഉദ്യോഗസ്ഥ മേഖലയിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ പോകും. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം ആ മേഖലയിൽ പോയിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ഹോബിയാണ്. ഇത് ജനങ്ങൾക്ക് ഒരു ചേഞ്ചസ് വരുത്തുമ്പോൾ നമ്മൾ അതിനേക്കാൾ ഹാപ്പി ആവുക, സന്തോഷവാനായി മാറുക. എൻ്റെ ചോദ്യത്തിൽ ഒന്നുകൂടി ഞാനത് ആവർത്തിക്കാം, ഉത്തരത്തിലേക്ക് താങ്കൾ വന്നിട്ടില്ല. അതിനിടയിൽ ഒരു ചോദ്യം കൂടി ശ്വാസാനോട് ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ ഈ പല ക്ലാസ്സുകളും നമ്മൾ ഈ റോയലായിട്ട് നടക്കുന്ന ക്ലാസ്സുകൾ ഹൈ പ്രൊഫൈലിൽ നേരത്തെ പൈസ കൊടുത്ത് ബുക്ക് ചെയ്യുക, 4 മാസം മുമ്പേ ഫുൾ പൈസ കൊടുത്ത് ഡേറ്റ് ബുക്ക് ചെയ്യുക, അതായത് കമാൻഡോസിൻ്റെ അകമ്പടിയിൽ ആൾ വരിക. ഇരുന്ന് കൊടുക്കുന്നവർ വ്യാപാരികളാണ്, വ്യവസായികളാണ്. എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ അറിവ് തേടിപ്പോകുന്നു എന്ന ചോദ്യമാണ് താങ്കളോട് എനിക്ക് ഉന്നയിക്കുന്നത്. ഇത് അവർ അറിവ് തേടി പോകുന്നല്ല. ഇപ്പം നിങ്ങൾ പൈഡ് പൈപ്പറിന്റെ കഥ കേട്ടില്ല? ആ നാട്ടിൽ എലിയെ കൊല്ലാൻ ഏക ഒരു മാർഗം ഒരു പൈഡ് പൈപ്പറായിരുന്നു. അദ്ദേഹം വന്ന് കൊല്ലൂതി അത് നേരെ കൊണ്ട് കടലിൽ മുക്കി. അതാണ് സംഭവിച്ചത്. ഇത് മാത്രം ഇവരെങ്കിലും വിധേയരായി കൊടുക്കുന്നതല്ലാതെ അതിനകത്ത് ഒന്നും കിട്ടില്ല. ഒരു ദിവസം അവരുടെ ബിസിനസ് തിരക്കിൽ നിന്ന് മാറി ഇവിടെ ഇരിക്കാം, കുറച്ച് റിലാക്സ് ചെയ്യാം, ഇയാളെ വാചകം കേൾക്കാം, ഫുഡ് കഴിക്കാൻ പോകാന്നുള്ളതല്ലാതെ അതിനകത്ത് നത്തിങ് വിൽ ഗോ. ഈ ചെയ്യുന്നവരോ അറിയാം, ഈ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഏജൻസിക്കും ഇതറിയാം. ഇതൊരു എന്താ പറയാ, ഒരു
പൂർണ്ണമായും മാൽ പ്രാക്ടീസാണ്. ഈ ഒരു മോട്ടിവേറ്റർ അല്ല ജനിക്കുന്നത്. ആക്ച്വലി ഒരു ട്രെയിനർ, ഒരു മെന്റർ, ഇത് ഒരു മാനേജ്മെന്റ് വിദഗ്ധ, ഇവര് മോട്ടിവേറ്റേഴ്സാണ്. അല്ലാതെ ഈ പറയുന്ന മോട്ടിവേറ്റേഴ്സ് ആണെങ്കിൽ ഇത് ചെയ്ത് കാണിക്കുന്നുണ്ടോ? അവർ പ്രാക്ടിക്കലി ഇത് ചെയ്ത് കാണിക്കുന്നുണ്ടോ? ട്രെയിനർ ആണോ? അവരൊരു ബിസിനസ് കോച്ചാണോ? അവരൊരു പ്രായോഗികമായി റിസൾട്ട് ഉണ്ടാക്കിയ ഒരാളാണോ? അല്ലെങ്കിൽ ഒരു മെന്ററാണോ? ഒരു മെന്റർ ആയിരിക്കണം. ഏത് ഘട്ടത്തിലാണോ അവൻ വീണ് പോകുന്നത്. ഇപ്പൊ ഇദ്ദേഹം ക്ലാസ് എടുത്ത ഒരാൾ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മെന്റർ ചെയ്ത് കൊണ്ടുവന്ന ഒരാളാണ്. ഏത് ഘട്ടത്തിൽ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാം? ഇവരെ പിന്നെ കിട്ടുമോ? ഈ പറയുന്നത് അന്ന് വന്നു പിന്നെ കാണണം. പിന്നെ ആൾക്ക് ഫോളോ അപ്പ് ഇല്ലല്ലോ. ഇതൊരു ലക്ഷങ്ങൾ കൊയ്യുന്ന ഒരു വ്യവസായമായി മാറിയിട്ട് ആ സത്യത്തിൽ അത് നിയമപരമായതിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതാണ്. ഇവരെ പ്രൊഫൈൽ എടുക്കേണ്ടതാണ്, ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്, ഇവരെ റിസൾട്ട് എടുക്കേണ്ടതാണ്. ഇപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രപ്പോസൽ താങ്കളുടെ ഭാഗത്ത് പോവോ സർക്കാരിലേക്ക്? കൃത്യമായും ഈ സമൂഹത്തിൽ ഒരുപാട് മൂല്യശോഷണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു സെലിബ്രിറ്റി ലെവലിലൊക്കെ കണ്ട് അങ്ങനെയൊക്കെ കണ്ട് ആൾക്കാരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അല്ലാതെ യാഥാർത്ഥ്യവുമായി പയ്യൻ ലോകം കീഴടക്കിയോട്ടെ യാഥാർത്ഥ്യമായി യാതൊരു പൊരുത്തമില്ല. ഇതൊരു 2 മണിക്കൂർ സിനിമ കാണുന്നല്ല കണ്ടിറങ്ങി പോകാന്നല്ലാതെ വേറെ ഒരു റിസൾട്ടും അവിടെ ഉണ്ടാകുന്നില്ല. പിന്നെ ഇത് സമൂഹത്തിന് ഇത് കാശുള്ളവർക്ക് ഗ്യാംബ്ലിംഗ് നടക്കുന്നില്ല. ഓതറൈസ്ഡ് ആയിട്ട് അൺഓതറൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഇത് നിയമപരമായി ആൾക്കാരെ പറ്റിക്കലാണെന്ന് വന്നാൽ ആ MLM തകർന്നതുപോലെ തന്നെ ഇത്. നമുക്ക് ദേവകി ആർ മേനോനിൽ നിന്ന് തുടങ്ങാം. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ആളുകൾ ഇത്തരം ആളുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇവരുടെ പിറകെ പോകുന്നു? ബിസിനസ്സുകാർക്ക് എപ്പോഴും വേണ്ടത് എളുപ്പ വഴികളാണ്. അപ്പോൾ അവരെപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ ഇന്ന് ബിസിനസ് തുടങ്ങി 10 കൊല്ലം കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങളല്ല. 10 കൊല്ലം വേണ്ട, നമുക്ക് നാളത്തേക്ക് തന്നെ സാഹചര്യം മാറുന്ന സിറ്റുവേഷൻ ആണ്. ടെക്നോളജി എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബിസിനസ്സുകാർക്ക് എപ്പോഴും അറിവ് അപ്ഡേഷൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ട്രെയിനർ കൺസൾട്ടന്റുമാരെ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ എങ്ങനെയാണ് അറിവുണ്ടാക്കുന്നത് വെച്ചാൽ, നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ടും ആർട്ടിക്കിൾസ് ജേർണൽസ് വായിച്ചിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ ബിസിനസ്സുകാരോട് ഇന്ററാക്ട് ചെയ്തിട്ടായിരിക്കും വേറൊരു ബിസിനസ്സുകാരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് ലേണിങ്സ്. അപ്പൊ അങ്ങനെ കുറേ പല സ്ഥലത്തു നിന്ന് ശേഖരിച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഇതിനെ ഓരോരുത്തർക്ക് ആവശ്യമായ രീതിയിൽ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന ലേണിംഗ് വേറൊരു സ്ഥലത്തേക്ക് ആവശ്യമായിരിക്കും കൊടുക്കും. അപ്പൊ എളുപ്പ വഴി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ട്രെയിനറിനെ പിടിക്കുക, അല്ലെങ്കിൽ ഒരു ട്രെയിനറിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോട്ടിവേറ്റേഴ്സിനെ ഫോളോ ചെയ്യുക. അപ്പൊ അവരുടെ കയ്യില് ഇൻഫോർമേഷൻ അവരിതിങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കും. അവര് സെർച്ച് ചെയ്തോണ്ടിരിക്കും. കാരണം അവരുടെ ഒരു പ്രൊഫഷൻ അതാണ്. അവരത് സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമുക്ക് എളുപ്പത്തിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇനി കിട്ടിയാൽ തന്നെ ഇപ്പൊ ചിലപ്പോൾ ട്രെയിനേഴ്സ് ഒരു പുസ്തകം വായിക്കുമ്പോഴായിരിക്കും അതിൽ നിന്ന് ഒരു പോയിന്റ് കിട്ടും. ഒരു പോയിന്റ് ആ ഒരു പോയിന്റിനെ അവരുടെ പ്രസന്റേഷൻ സ്റ്റൈല് കൊണ്ടും അല്ലെങ്കിൽ ആ പോയിന്റ് സ്കില്ല് കൊണ്ടും അവരുടെ അതിനെ ഒരു കഥയുമായി അവരെ ബന്ധിപ്പിച്ചിട്ട് നന്നായി അവതരിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു അനാളജി അതിനെ ബേസ് ചെയ്ത് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി അവരെ കേൾവിക്കാരുടെ അങ്ങനെ പിടിച്ചിരുത്തും. അവരുടെ സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു പ്രസന്റേഷന്റെ ഒരു ഫ്ലോ അതാണ് കേൾവിക്കാരെ പിടിച്ചെത്തുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പറഞ്ഞത്, ഇത് കേൾക്കാനൊക്കെ ഭയങ്കര നമ്മൾ സിനിമ കാണുന്ന പോലെയാണ്. നമ്മൾ ഇൻസ്പയർ ചെയ്യും, ഭയങ്കരമായിട്ട് ഒരു സിനിമയാണ് 2 മണിക്കൂർ ഇൻസ്പയർ ചെയ്യും. ആ ഇൻസ്പിറേഷൻ നമ്മൾ സിനിമ കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടു വികാരങ്ങൾ നമ്മളിലേക്ക് വരും. നമ്മൾ കരയും, നമ്മൾ ചിരിക്കും, കോമഡി കേൾക്കും. പക്ഷെ അത് തിയേറ്ററിൽ ഇറങ്ങി പോയി, അതുകൊണ്ട് കാര്യമില്ല. ശ്രീ ജോസ് കയ്യിലോ ചോദിച്ചോട്ടെ, നമ്മൾ പണ്ടൊക്കെ കഠിനാധ്വാനം എന്ന് നമ്മളുടെ ഒരു വിവക്ഷ എന്തായിരുന്നു? ഭയങ്കര അധ്വാനം. ഇന്ന് താങ്കൾ കൊടുക്കുന്ന ഈ ട്രെയിനിങ്ങുകളുടെ ഇടയിൽ ഈ കഠിനാധ്വാനം എന്ന് പറയുന്നതിന്റെ ഒരു പൊരുളിപ്പ് എങ്ങനെയാണ്? അതിന്റെ സ്വഭാവം എന്താണ്? ഇന്ന് ഹാർഡ് വർക്ക് എന്ന് പറയുന്നതിന് പോലെ സ്മാർട്ട് വർക്ക് എന്ന് പറയുക. കാരണം എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മരം മുറിക്കുമ്പോൾ ആ ഒരു കോടാലി വെച്ച് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മൂർച്ച കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഒരു കോടാലി മൂർച്ച കൂട്ടാതെ കുത്തിക്കൊണ്ടിരുന്നാൽ നമുക്കൊരു ദിവസം ചിലപ്പം 10 മരമാണ് മുറിക്കാൻ പറ്റുന്നതെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് മൂർച്ച കൂട്ടുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ചാൽ നമുക്ക് 10 എന്നുള്ളത് ചിലപ്പോൾ 20 മുറിക്കാൻ പറ്റും. അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയും. അല്ലാതെ നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ട് ബിസിനസ് മേഖലയിൽ പ്രത്യേകിച്ച് ബിസിനസ്സുകാരൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നു പറയാം. പക്ഷേ ഇന്നത്തെ പുതിയ ബിസിനസ്സുകാരെ നോക്കിക്കേ, അവർ സ്മാർട്ട് വർക്കേഴ്സാണ്. അവർ ലോകം മുഴുവൻ ഇറങ്ങിക്കാണ്. ഞാൻ കുറേ രാജ്യങ്ങളിൽ ബിസിനസ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് പോയിട്ടുള്ള ആളാണ്. അപ്പം നമ്മൾ സ്റ്റാഫിനെ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞാൻ സ്മാർട്ട് വർക്കാണ് ചെയ്ത്. എനിക്ക് വേണമെങ്കിൽ കടയിൽ ആ ക്യാഷ് കൗണ്ടർ പോയിരുന്നിട്ട് എൻ്റെ കൺട്രോളിൽ മുഴുവൻ കൊണ്ടാകാം. ആ കാലം മാറി. അപ്പോൾ ഇന്ന് ടെക്നോളജി ഉപയോഗിച്ച് മെക്കനൈസ്ഡ് സിസ്റ്റത്തിലൂടെയായിരുന്നു എല്ലാ കാര്യങ്ങളും നടക്കുക. അപ്പോൾ ആധുനിക യുഗത്തിൽ വന്നിരിക്കുന്ന മാറ്റം ഈ സാധാരണക്കാരായ കർഷകർക്ക് അറിയത്തില്ല. അല്ല,
ഈ ബിസിനസ്സുകാരനും അറിയത്തില്ല. അപ്പോൾ ബിസിനസ്സുകാരന് വേറൊരു ജോലി കിട്ടാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ചെറിയ ബിസിനസ്സിലേക്ക് പോയിരിക്കുന്നത്. വേറൊരു മേഖലയിലും ഒന്നും കിട്ടാഞ്ഞിട്ടാണ് അവർ ചെറിയ സംരംഭമായി തുടങ്ങിയിരിക്കുന്നത്. ഈ സംരംഭം തുടങ്ങുമ്പോൾ പോലും സത്യത്തിൽ ഗവൺമെന്റ് ഈ സംരംഭകരെ കണ്ടമാനം പീഡിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ എളുപ്പവഴിക്ക് ഉണ്ടാകുന്ന പറഞ്ഞു കൊടുക്കുന്നത് നമ്മളാണ്. ചില ലൈസൻസുകൾ അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മളത് വേണ്ട എന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി ഇവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളോട് പറഞ്ഞു കൊടുക്കും. കാരണം ഉദ്യോഗസ്ഥനൊക്കെ പറഞ്ഞു കൊടുക്കത്തില്ല, അവർക്ക് നിയമമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അതിന്റെ ചില ക്ലോസുകളുണ്ട്. ഇന്ന വഴികളിൽ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ ഉള്ള വഴികളുണ്ട്. അത് നിയമാനുസൃതമായ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഒരു സാധാരണക്കാരെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ അതിന്റെ ഹാർഡ്ഷിപ്പുകൾ കൊണ്ട് പലതും അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് ഒരു ഇനവിറ്റബിൾ ആയിരിക്കില്ല. പക്ഷേ ഈ സ്മാർട്ട് വർക്ക് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ബിസിനസിന്റെ ബ്യൂട്ടി ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് ബ്യൂട്ടിഫുൾ ആയിട്ട് നടത്തണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും അതിന്റെ പ്രൈസിംഗ് ആയാലും ക്വാണ്ടിറ്റി ആയാലും ക്വാളിറ്റി ആയാലും ഒക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ തരത്തിൽ ബിസിനസ് പോകണമെങ്കിൽ ഈ പറഞ്ഞ ബിസിനസ് പ്ലാനുകൾ വേണം, നിയമങ്ങൾ പാലിക്കണം. അപ്പൊ അങ്ങനെ അതിലേ ശീലിക്കപ്പെട്ടു പോയാൽ അവനെ എളുപ്പത്തിൽ ഒരു ചോദ്യം, നമുക്ക് വിജയിക്കാൻ എന്താണ് എളുപ്പവഴി? ഏത് മേഖലയിലും ആയിക്കോട്ടെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ബിസിനസ് മേഖലയിലായിക്കോട്ടെ, എങ്ങനെയാണ് അതിനൊരു നിങ്ങളുടെ അനുഭവം കൊണ്ടുള്ള വഴികൾ, എളുപ്പ വഴികൾ പറയാൻ പറ്റിയ ടിപ്സ്? വിജയമാണോ സന്തോഷമാണോ വിജയം? വിജയം എന്നൊരു സാധനം ഇല്ല. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. അതായത് ഇപ്പൊ ഞാനൊരു ലക്ഷ്യമിട്ടു, ആ ലക്ഷ്യത്തിൽ ഞാൻ എത്തിയാൽ ഞാൻ പറയുന്നു ഞാൻ വിജയിച്ചു അല്ലെ. അത് നമ്മൾ സക്സസ് അവിടെയാണ്. പക്ഷെ അവിടെ എത്തുന്ന ആള് വീണ്ടും അടുത്ത ലക്ഷ്യം ഇട്ടു, അപ്പൊ അടുത്ത സ്റ്റെപ്പായി. നമ്മളിതിങ്ങനെ വിജയം എന്നൊരു സാധനം ഇല്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആളുകൾ ഈ വിജയം എന്ന് പറയുന്നതിനെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറയുക, ഫെയിമാണ്. പേഴ്സണലി ചിലപ്പോൾ അവര് ആ ലക്ഷ്യത്തിൽ എത്തി കാണില്ല, സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അത് സെലിബ്രിറ്റി ആവുക, ഫെയിം ആവുക. അപ്പൊ അതാവാൻ വേണ്ടിയിട്ടാണ് ഈ എളുപ്പത്തിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതേ ചോദ്യം ഷിറാസ്, വിജയം അതിനുള്ള വഴികൾ താങ്കൾ ഈ 35 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങനെ പോയാൽ വിജയിക്കുന്നു. നമ്മൾ ഒരുപാട് മോഡലുകൾ ജീവിതത്തിൽ കാണുന്നില്ലേ? ഇപ്പൊ എന്താ നമ്മുടെ കോഴികൾ ഏറ്റവും വലിയ ഈ പറയുന്ന ടാസ്ക് മേക്കേഴ്സാണ്. അവര് ഏർലി ഉണരുന്നു അല്ലേ, അവര് കഠിനാധ്വാനം ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അടുത്ത ആളിന് മാതൃക കാണിക്കുന്നുണ്ട്. അതായത് ആ ചെകഞ്ഞിട്ടിട്ട് അടുത്ത ആളിനെ പീഡിപ്പിക്കാനുള്ള വഴി കുറച്ച് വലുതാകാൻ അപ്പൊ ഈ മാതൃകകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് ഒരു ഹാപ്പിനെസ് ആണ്. പക്ഷെ അതൊരു സാൽവേഷന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് നിർത്താം. നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ജേർണി എന്ന് പറയുന്നത് ഓരോ ടാസ്കും, ഓരോ ഷോർട്ട് ടൈം ഗോൾസ് ഉണ്ട്, ലോങ് ടൈം ഗോൾസ് ഉണ്ട്. ഓരോ ഗോൾസും അച്ചീവ് ചെയ്ത് പോകുമ്പോഴാണ് ഈ പറയുന്ന ആ വിജയങ്ങൾ ഈ സന്തോഷപ്രദമാകുന്നത്. പക്ഷെ അത് എളുപ്പമാർഗമല്ല. പെർസീവിയറൻസ് മസ്റ്റ് ആയിരിക്കണം, കഠിനമായ അധ്വാനം. അതേപോലെ സ്മാർട്ട് വർക്ക്, കഠിനാധ്വാനം എന്നൊരു വാക്കിനകത്ത് നമ്മൾ ഫിസിക്കൽ ആശയപ്പെട്ടില്ല. അതിന് ഒരു സ്മാർട്ട് വർക്ക് അതിന്റെ ഭാഗം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മാറിയല്ലോ, എത്രയോ കാലമായി മാറി. സ്മാർട്ട് വർക്കിലൂടെ തന്നെ നമ്മൾ ആ ടീം ബിൽഡ് ചെയ്ത് കൊണ്ടുപോവുക. ഇതൊരു വൺ മാൻ ഷോ അല്ല. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് വർക്കിന്റെ ഒരു വിജയല്ലേ നമ്മുടെ ബൈജു ആർട്സ് ആണ്. എന്തുകൊണ്ട് അത് അവർക്കുണ്ടായ പിന്നെ അതൊരു അത്യാഗ്രഹത്തിന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര തെറ്റിപ്പോകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവര് ഒരു നിലയുറപ്പിക്കാതെ ഒരുപാട് പ്രോഡക്റ്റുകളിലേക്ക് ചാടിപ്പോയതാണ് സംഭവിച്ചത്. പ്രോഡക്റ്റുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ അവര് ഒന്ന് സ്റ്റേബിൾ ആവാതെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. നമ്മൾ ഈ ചർച്ച ചെയ്തത് ഇതിനകത്ത് കടന്നു വന്ന വരികൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ കിട്ടുണ്ണി സർക്കസായി വരുന്നവരെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. ഒരാൾ നമുക്ക് മെൻറ്ററായി അല്ലെങ്കിൽ ഈ ട്രെയിനറായി അല്ലെങ്കിൽ മോട്ടിവേറ്ററായി വരുമ്പോൾ അവരെ നമ്മൾ പഠിക്കണം. ദേവകി ആർ മേനോൻ പറഞ്ഞതുപോലെ എല്ലാവരും പോകുന്നു എന്നാൽ ഞാനും പോയേക്കാം, എല്ലാവരും അയാളെ വിളിക്കുന്നു എന്നാൽ ഞങ്ങളും വിളിച്ചേക്കാം. വാക്ക് കസരത്ത് കൊണ്ട് നമ്മളെ ഒരു സിനിമ കാണുന്ന ആ ഒരു ലാഘവത്തിൽ കണ്ടിറങ്ങി പോകേണ്ടതായിരിക്കരുത് നമുക്ക് ലഭിക്കുന്ന ക്ലാസ്സുകൾ. കൃത്യമായ ബോധ്യം ആ കാര്യത്തിലുണ്ടാകണം. നമ്മളെ പ്രചോദിപ്പിക്കാൻ, നമ്മളെ ഉപദേശിക്കാൻ വരുന്നവൻ ആരാണ്, അവൻ എന്താണ്, അവൻ്റെ ജീവിതത്തിലെ അച്ചീവ്മെൻ്റ് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ നാം തയ്യാറാകണം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പുറകെ പോവും, തന്തയ്ക്ക് വിളി നമ്മൾ കേൾക്കേണ്ടി വരികയും ചെയ്യും. അങ്ങനെ ആവാതിരിക്കാനുള്ള ഒരു ജാഗ്രത
വിജയിക്കാനുള്ള നല്ല നല്ല ടിപ്സുകൾ കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ജീവിത വിജയം നേടാനും നമുക്ക് സാധിക്കണം. അതിന് ഉള്ള ഒരു ചെറിയ ശ്രമമാണ് നേർരേഖ ഈ എപ്പിസോഡിൽ നടത്തിയിട്ടുള്ളത്. പങ്കെടുത്ത 3 പേർക്കും ഒപ്പം പ്രേക്ഷകർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.